ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ 2 വീഡിയോകളിലായി എയർ കംപ്രസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും എയർ കംപ്രസറിൻ്റെ ടെർമിനോളജിയും നമ്മൾ പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കംപ്രസറിലെ വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് ഡൺ ബൈ എ സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം. നമ്മളൊരു ഐഡിയൽ കംപ്രസറാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ആക്ച്വൽ കംപ്രസറിൽ ക്ലിയറൻസ് വോളിയവും സ്വെപ്റ്റ് വോളിയം ഉണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ ക്ലിയറൻസ് വോളിയം കൺസിഡർ ചെയ്യാതെ എത്രയാണ് വർക്ക് ഡൺ എന്നുള്ളത് കണ്ടുപിടിക്കാം. പിന്നീട് ക്ലിയറൻസ് വോളിയം കൺസിഡർ ചെയ്തിട്ട് വർക്ക് ഡണ്ണും കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് പല രീതിയിലുള്ള കംപ്രഷൻ പ്രോസസ്സുകൾ കൺസിഡർ ചെയ്യാം. ആദ്യമായി നമ്മൾ പരിഗണിക്കുന്നത് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സാണ്. ഒരു PV ഡയഗ്രത്തിൽ കംപ്രഷൻ പ്രോസസ്സ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് നിങ്ങൾക്കറിയാം. ഒരു കംപ്രഷൻ പ്രോസസ്സ് തുടങ്ങുമ്പോൾ പ്രഷർ കുറവും അതേസമയം വോളിയം കൂടുതലുമാണ്. കംപ്രഷൻ അവസാനിക്കുന്ന സമയത്ത് പ്രഷർ കൂടി വരുന്നു, അതുപോലെ വോളിയം കുറഞ്ഞു വരുന്നു. ഇതൊരു ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സാണ്. ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചർ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നാണ്. എന്നാൽ പല കുട്ടികളും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഐസോതെർമൽ പ്രോസസ്സ് എന്നാണ് പല കുട്ടികളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇത് ശരിയല്ല. PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ്സ് അല്ല, അത് ഹൈപ്പർബോളിക് പ്രോസസ്സാണ്. എന്നാൽ നമ്മൾ ഒരു അസംഷൻ എടുക്കുകയാണെങ്കിൽ, എയർ ബിഹേവ്സ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ് എന്ന അസംഷൻ എടുക്കുകയാണെങ്കിൽ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പരിഗണിക്കുമ്പോൾ വെൻ T is constant, PV also constant, then isothermal process and hyperbolic process one and same. അപ്പോൾ എയർ ഐഡിയൽ ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന അസംഷൻ എടുക്കുകയാണെങ്കിൽ മാത്രമേ PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നത് ഒരു ഐസോതെർമൽ പ്രോസസ്സായി പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു റിയൽ ഗ്യാസ് ആണെങ്കിൽ PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഐസോതെർമൽ പ്രോസസ്സ് അല്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്റ്റഡി ഫ്ലോ ഡിവൈസിൽ എങ്ങനെയാണ് വർക്ക് ഡൺ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. അതായത് PDV വർക്ക് ആൻഡ് VDP വർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എയർ കംപ്രസർ ഒരു ഫ്ലോ ഡിവൈസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം. അതുകൊണ്ട് വർക്ക് ഡൺ എന്ന് പറയുന്നത് -1 to 2 VDP. ഈ ഒരു സിസ്റ്റത്തിലോട്ട് വർക്ക് ഇൻറ്ററാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, സിസ്റ്റത്തിലെ വർക്ക് ഇൻറ്ററാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സിസ്റ്റത്തിലോട്ട് വരുന്ന വർക്കിനെ W അതിനെ നെഗറ്റീവ് ആയിട്ടും സിസ്റ്റത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന വർക്കിനെ പോസിറ്റീവ് ആയിട്ടുമാണ് നമ്മൾ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മൈനസ് എന്ന സിമ്പൽ ഉദ്ദേശിക്കുന്നത് വിത്ത് സൈൻ കൺവെൻഷനാണ്. പക്ഷേ എനിക്ക് കംപ്രസർ വർക്ക് ഡൺ ഇതൊരു മൈനസ് വാല്യൂ ആയിരിക്കും സാധാരണ കിട്ടുക. അതുകൊണ്ട് ആ മൈനസ് എന്ന സിമ്പൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ വർക്ക് കൺസ്യൂമിങ് ഡിവൈസ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ മൈനസ് സിമ്പൽ കൺസിഡർ ചെയ്യുന്നില്ല. സോ വർക്ക് ഡൺ ഈസ് (1 to 2 VDP. ഇത് മാഗ്നിറ്റ്യൂഡാണ്. വിത്ത് ദിസ് മൈനസ് സിമ്പൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ പവർ കൺസ്യൂമിങ് ഡിവൈസ് ഓർ വർക്ക് കൺസ്യൂമിങ് ഡിവൈസ്. (1 to 2 VDP ഇവിടെ ഐസോതെർമൽ പ്രോസസ്സാണ്. അതുപോലെ തന്നെ നമ്മളൊരു അസംഷൻ എടുക്കുന്നു, അസ്യൂം എയർ ബിഹേവ്സ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ്. അതുകൊണ്ട് PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി വർക്ക് ഡൺ ഈസ് (1 to 2 VDP. ഇനി V എന്ന് പറഞ്ഞാൽ C/P എന്ന് എനിക്ക് എഴുതാം. PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് V എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് C/P. അതിൽ കോൺസ്റ്റൻറ്റ് പുറത്തോട്ട് എടുക്കുന്നു. (1/P dP എന്ന് പറഞ്ഞാൽ അത് ലോഗരിതമാണ്, ലോഗരിതം P. അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു 1 and 2. അതുപോലെ C പുറത്തുള്ളതിനെ നമുക്ക് P1 V1 ഈക്വൽ ടു P2 V2 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് എഴുതാം. അതുകൊണ്ട് ഞാൻ P1 V1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുകൊണ്ട് P1 V1 log P2/P1 എന്ന് നമുക്ക് വർക്ക് ഡണ്ണിന് ഫോർമുല കിട്ടുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു രീതിയിലും എഴുതാം. P1 V1 ഈസ് MRT1 log P2/P1.
P1 ഈ രീതിയിലും എഴുതാം. ഇനി P2/P1നെ നമുക്കറിയാം P1 V1 ഈക്വൽ ടു P2 V2. അതുകൊണ്ട് P2/P1 എന്ന് പറഞ്ഞാൽ അത് V1/V2 ആണ്. അതുകൊണ്ട് മറ്റൊരു ഫോർമുല എഴുതാം, MRT1 ഇൻറ്റു ലോഗരിതം ഓഫ് V1/V2. അപ്പോൾ നമുക്കിതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ M എന്ന് ഉദ്ദേശിക്കുന്നത് മാസാണ്, mass of the gas, and R is the characteristic gas constant. Characteristic gas constant എന്ന് പറഞ്ഞാൽ R equal to Cp minus Cv, the difference in specific heat at constant pressure and specific heat at constant volume. For air R value 287.035 joule per kilogram Kelvin and etc. Or mostly we follow 287. 287, the decimal and all we won't consider. Or kilojoule പറയുകയാണെങ്കിൽ 0.287 kilojoule per kilogram Kelvin. ഇനി നമുക്ക് പോളിട്രോപ്പിക് പ്രോസസ്സ് ഡിസ്കസ് ചെയ്യാം. പോളിട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ജനറൽ കംപ്രഷൻ പ്രോസസ്സാണ്. അതിൻ്റെ ഇക്വേഷൻ PV/N = കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഞാനൊരു ജനറൽ പ്രോസസ്സ് കൺസിഡർ ചെയ്യുന്നത് N ഈസ് ദ പോളിട്രോപ്പിക് ഇൻഡെക്സ്. ഇറ്റ് ക്യാൻ ബി 1.2 or it can be any value. It can be any value between 0 and infinity. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് റിക്വയർഡ് ഫോർ ദി കംപ്രഷനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ആദ്യമായിട്ട് നമ്മൾ ക്ലിയറൻസ് വോളിയം കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെയും ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. എവിടെയും നമ്മൾ ക്ലിയറൻസ് വോളിയം കൺസിഡർ ചെയ്തിട്ടില്ല. അതാണ് സക്ഷൻ, കംപ്ലീറ്റ് സക്ഷൻ. എൻറ്റയർ വോളിയം ഇൻസൈഡ് ദ സിലിണ്ടർ, ദർ ഇസ് നോ ക്ലിയറൻസ് വോളിയം, കംപ്ലീറ്റ് സക്ഷൻ. അതുപോലെ കംപ്രഷൻ പ്രോസസ്സ്, അത് കഴിഞ്ഞിട്ട് ഡെലിവറി. അതേപോലെ തന്നെ ഇവിടെ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കംപ്രഷൻ പ്രോസസ്സാണ്. കംപ്രഷൻ പ്രോസസ്സ് പോളിട്രോപ്പിക് കംപ്രഷനായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 1 to 2 VdP. ഇവിടെ PV/N = കോൺസ്റ്റൻ്റ് എന്നാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് P/1/N ഇൻറ്റു V = C/1/N എന്ന് എഴുതാം. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രൽ x/n dx എന്ന് പറഞ്ഞാൽ x/n+1 ഡിവൈഡഡ് ബൈ n+1 എന്നാണ്. അതിന് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു. അങ്ങനെ ലിമിറ്റ് കൊടുത്ത് അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവസാനമായി നമുക്ക് കിട്ടുന്നത് n/n-1 ഇൻറ്റു P2V2 മൈനസ് P1V1 എന്നാണ്. n/n-1 ഇൻറ്റു P2V2 മൈനസ് P1V1 എന്നാണ്. ഇത് നമുക്ക് PV = MRT എന്ന ഇക്വേഷൻ വെച്ചിട്ട് ഈ രീതിയിൽ എഴുതാം. ഇതിൽ നിന്ന് T1 കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ T2/T1 - 1 എന്ന് എഴുതാം. ഇനി ഈ ഇക്വേഷൻ വളരെ പ്രധാനമായിട്ടുള്ള ഒരു റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഒരു പോളിട്രോപ്പിക് പ്രോസസ്സിൽ ടെമ്പറേച്ചർ റേഷ്യോ എന്ന് പറയുന്നത് that is P2/P1 all raised to n-1/n, that is equal to V1/V2 all raised to n-1. ഇത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിലേഷനാണ്. ഈ റിലേഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഡിറൈവ് ചെയ്യാവുന്നതാണ്. PV = MRT, അതുപോലെ തന്നെ PV/T = കോൺസ്റ്റൻറ്റ്. ഈ റിലേഷൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാവുന്നതാണ്. ഒന്നുകൂടെ റിലേഷൻ ഓർത്ത് വെക്കാം. T2/T1 = P2/P1 all raised to n-1/n = V1/V2. ഇവിടെ P2/P1 T2/T1, ഇവിടെ V1/V2 all raised to n-1. അങ്ങനെയാണെങ്കിൽ എനിക്ക് T2/T1 പകരം P2/P1 all raised to n-1/n -1 എന്ന് എഴുതാം. that is equal to n/n- into P1V1 all raised to into P2/P1 all raised to n-1/n-1. ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കേണ്ട. ഒന്നുകിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കാം. എല്ലാതും സെയിം മാഗ്നിറ്റ്യൂഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തതായി നമുക്കൊരു ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സിൽ PV/N = കോൺസ്റ്റൻറ്റ് എന്ന എന്നിന് പകരം നമ്മൾ ആഡിയാബാറ്റിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഗാമയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് PV/γ = കോൺസ്റ്റൻറ്റ്. ഇവിടെ ഗാമ എന്ന് പറയുന്നത് ആഡിയാബാറ്റിക് ഇൻഡെക്സ് ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് Cp/Cv. ഫോർ എയർ ഗാമ = 1.4. അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഫോർമുല, Wയുടെ ഫോർമുല n/n-1 × MR × T2 - T1. ഇവിടെ എന്നിന് പകരം ഗാമ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐസെൻട്രോപ്പിക് വർക്കായി. കാരണം
ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പി വി റേസ് ടു എന്നിന് പകരം പി വി റേസ് ടു ഗാമയാണ്. അപ്പോൾ എവിടെയൊക്കെ എൻ ഉണ്ടോ, പോളിട്രോപ്പിക് ഇൻഡെക്സ് എൻ ഉണ്ടോ, അവിടെ എല്ലാം ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഐസെൻട്രോപ്പിക് വർക്കിനുള്ള എക്സ്പ്രഷൻ ആയി. അപ്പോൾ അതുകൊണ്ട് ഈ ഫോർമുല നമുക്ക് എന്നിന് പകരം, ഇവിടെ കിട്ടിയ എന്നിന് പകരം നമുക്ക് ഗാമ റെപ്രസെൻറ്റ് ചെയ്യാം. സോ എം ആർ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ. അല്ലെങ്കിൽ നമുക്കിവിടെ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള ഈ ഫോർമുലയിൽ എന്നിന് പകരം ഗാമ എഴുതാം, അല്ലെങ്കിൽ ഈ ഫോർമുലയിൽ എന്നിന് പകരം ഗാമ എഴുതാം. അപ്പോൾ നമുക്ക് വർക്ക് ഡണ്ണിനുള്ള എക്സ്പ്രഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സി പി ബൈ സി വി ഇക്വൽ ടു ഗാമ എന്നറിയാം. അതുപോലെ സി പി മൈനസ് സി വി എന്ന് പറഞ്ഞാൽ അത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആർ ആണെന്നറിയാം. അതുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് വി ക്യാൻ റൈറ്റ് ഇൻ ദിസ് വേ സി പി മൈനസ് സി വി. സി പി ബൈ ഗാമ ഈസ് സി വി. സി പി ഇൻറ്റു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഇത് നമ്മൾ ഈ എക്സ്പ്രഷനിലെ ആറിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എം സി പി ഡെൽറ്റ ടി എന്ന വളരെ ചെറിയൊരു എക്സ്പ്രഷനിലോട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസറാണ്. ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള ഫോർമുലയുണ്ട്. ഡബ്ല്യു ഇൻറ്റു എൻ ബൈ 60. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ കംപ്രസർ പെർ സൈക്കിൾ ഇൻ കിലോ ജൂൾ. ഒരു സൈക്കിളിൽ, അതായത് ഒരു റവല്യൂഷൻ, ഒരു സൈക്കിളിൽ കിലോ ജൂളിൽ കിട്ടുന്നതാണ്. എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ മിനിറ്റ്. അതുപോലെ പി എന്ന് പറഞ്ഞത് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ. ഇപ്പോൾ നമുക്ക് അറിയാം, ഒരു സിംഗിൾ ആക്ടിങ് എയർ കംപ്രസർ ആണെങ്കിൽ ഒരു ആർ പി എമ്മിൽ, അതായത് ഒരു റെവല്യൂഷനിൽ നമുക്ക് 360 ഡിഗ്രി, അതായത് ഒരു സൈക്കിളാണ് കിട്ടുന്നത്. അതുകൊണ്ട് എൻ ഈക്വൽ ടു എൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഡബ്ല്യു ഇൻറ്റു എൻ ബൈ 60, വെർ ഡബ്ല്യു ഈസ് ദ വർക്ക് ഡൺ ബൈ ദ കംപ്രസർ ഇൻ കിലോ ജൂൾ in one cycle, and n is the rpm, revolution per minute or cycles per minute. Okay, and divided by 60. Okay, this 60 is for that converting that minute into seconds. So hence we will be getting the power required to drive the compressor in kilowatt. Thank you.